ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എന്താണെന്ന് അറിയാമോ? ഇതാണ് ബൂമറാങ് എന്ന് പറയുന്ന സാധനം കേട്ടോ. ബൂമറാങ് ഓക്കെ, അതായത് എറിഞ്ഞു കഴിഞ്ഞാൽ കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ബൂമറാങ് എന്ന് പറയുന്നത്. കാണാൻ ആള് ചെറുതാണ്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള ഐഡിയാസ് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ്. ആദ്യമേ കാലത്ത് മനുഷ്യന്മാര് ഹണ്ടിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ബൂമറാങ് എന്ന് പറയുന്നത്. ഇതൊരു ഫിസിക്സ് ടൈപ്പ് ഫൺ ഒബ്ജക്റ്റ് അല്ല, വെപ്പണാണ്. ഓക്കെ, ഒരു ആയുധമായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കണ്ടുപിടി ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ബൂമറാങ്ങിൻ്റെ വർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പേപ്പറാണ്. നിങ്ങൾക്ക് A4 ഷീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇത് ചതുരത്തിൽ നമുക്ക് കട്ടി തരണം. അത് എത്രത്തോളം ചതുരത്തിൽ കിട്ടുമോ അത്രത്തോളം അതായത് ചതുരത്തിനൊരു ഉണ്ടല്ലോ നീളവും വീതിയും തുല്യമായ രീതിയിൽ പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ആ പേപ്പർ വീഡിയോ കാണുന്ന പോലെ മടക്കുക. ശേഷം ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് ചതുരത്തിൽ തന്നെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് നമ്മൾ എങ്ങനെയാണ് മടക്കിയിരുന്നത് അതേപോലെ തന്നെ ത്രികോണത്തിൽ മടക്കിയെടുക്കുക. നമ്മളിതാ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളിതാ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇത് ആദ്യം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ത്രികോണത്തിൽ. ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇത് നിവർത്തി കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടും, ബൂമറാങ്ങിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം നമ്മൾ റാ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ വക്കുകളെല്ലാം കോർത്തിരിക്കുന്ന വക്കുകളെല്ലാം റാ പോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഒരു മൗണ്ട് ബോർഡ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇവിടെ കിടന്നാണ് ബാക്കി വന്നത്. നമ്മുടെ പാട്രിക് എന്ന് പറഞ്ഞ സിസ്റ്റം ചെയ്തപ്പോൾ ബാക്കി വന്നതാണ്. അപ്പോൾ അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതേ ഒരു പീസ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ 2 ടെംപ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കറക്റ്റ് 90 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന രീതിയിലും, ഒരെണ്ണം ഒരു 100, 120, 130 ഡിഗ്രി വരുന്ന രീതിയിലും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാത്തിൻ്റെ വാക്ക് നല്ല വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡാമേജ് ആയിപ്പോയി, കുഴപ്പമില്ല, നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്യാം. നമുക്ക് പരീക്ഷ നോക്കാം. ഇനി ചെയ്യേണ്ടത് പശ തേച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ചിട്ട് നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുക്കാൻ പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് ഇത് എഡ്ജൊക്കെ നല്ല റഫായിരിക്കും, കാർഡ്ബോർഡിൽ ചെയ്യുന്നുണ്ട്. അല്ല നമ്മൾ തുടക്കത്തിൽ വൃത്തി കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ബ്ലേഡിൻ്റെ ഏറ്റവും മുറിച്ചു കൂടിയ ഭാഗം എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ മച്ചാമാരത് നമ്മുടെ ബൂമറാങ് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്, നിങ്ങൾക്ക് വുഡിലും മെറ്റലൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഇതൊരു ട്രയലാണ്. ഭാവിയിൽ നമുക്ക് ഇതിന് നന്നായിട്ടൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ സൈഡിൽ ഞാനൊരു ടേപ്പ് അടിച്ചു കൊടുക്കുകയാണ്, വേറൊന്നിനുമല്ല. ഇത് നല്ല ഹൈറ്റിലൊക്കെ പോയി താഴെ വീഴാൻ നേരത്ത് വക്കടിച്ചായിരിക്കും താഴെ വീഴുന്നത്. അപ്പം ആ ഒരു ഭാഗം ഒന്ന് അവിടെ ഒരു ബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ടേപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അച്ഛാമാരെ നമ്മുടെ ബൂമറാങ്ങിൻ്റെ വർക്ക് നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിത് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതേ മച്ചന്മാരത് നമ്മുടെ ബൂമറാങ്ങിൻ്റെ വർക്ക് 2 ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ടെസ്റ്റിങ്ങിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. നല്ല വെയിലാണ് ഇവിടെ, ചെയ്തേക്കാം. ഓക്കെ, സാറെ കറങ്ങി നമ്മുടെ കയ്യ വന്നിട്ടുണ്ട്. ഇതെന്തൊരു പടം പറയും എറിഞ്ഞ് പിടിക്കാൻ. ഇത് എറിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ആംഗിളിൽ എറിയുക, അതായത്
ഈ ഒരു പോർഷൻ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ എറിയുക. അപ്പോഴേ എയർ മുമ്പോട്ട് പോവുള്ളൂ. എയർ അടിയിൽ കൂടെ പോകുമ്പം ഇതിന് ലിഫ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എറിയാൻ അറിയാത്തതുകൊണ്ടാണ്. ഒരു ബേസിക്കായിട്ട് ഒരു ബൂമറാങ്ങിൻ്റെ വർക്കിംഗ്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എറിയുമ്പോൾ ഇങ്ങനെ എറിയുക, പിന്നെ മുന്നോക്കം വെച്ച് നമുക്ക് പിടിക്കാം. ഓക്കെ, ഒന്നുകൂടെ ശരിക്കും പറഞ്ഞാൽ ഇത് ആദിമകാലത്ത് പക്ഷികളെയും പിന്നെ കായകനികളൊക്കെ മഴത്തിൽ നിന്ന് വീഴിക്കാനൊക്കെയായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു വെപ്പനാണ്. പേപ്പറോട് ചെയ്തേ ഉള്ളൂ. നമുക്കിനി ഇത് വുഡിലൊക്കെ നമുക്ക് കാർവ് ചെയ്ത് ചെയ്യാം. ഫ്യൂച്ചർ വീഡിയോ നന്നായി കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. സാറിന് അവിടെ കൈ കിട്ടി, ഒന്നുകൂടെ കിട്ടി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ബൂമറാങ് എറിയാനുള്ള ഒരു നേക്ക്, ഒരു ട്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുറേ നേരം ഞാൻ ഇത് എറിയാൻ തുടങ്ങിയിട്ട് അവസാനം നമ്മൾ ചെയ്ത് പഠിച്ചു. അപ്പോൾ വെച്ചവര് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു. ബൂമറാങ് ആയിരുന്നു നമ്മുടെ പ്രൊജക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഹണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ബൂമറാങ് എന്ന് പറയുന്നത്. അതായത് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കയ്യിൽ വരുന്നു. അപ്പം വീഡിയോ എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചീപ്പായിട്ടും സിമ്പിളായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ബൂമറാങ് എന്ന് പറയുന്നത്. കാർഡ്ബോർഡിൽ നമുക്ക് ചെയ്തെടുക്കാം, പാലറ്റ് വുഡിൽ ചെയ്തെടുക്കാം, അതിന് ഒരുവിധപ്പെട്ട എല്ലാത്തിനും നമുക്ക് ചെയ്തെടുക്കാം. സ്റ്റീലില്, വുഡില് ഒക്കെ നമുക്ക് കാർവ് ചെയ്തെടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് ബെല്ലൈക്കനും എനേബിൾ ചെയ്തിടുക. സോ ബൈ ഫ്രം വില്ലേജ് ജീനിയസ്.